മൂന്നാമത്തെ കാര്യം ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദിക്ർ വർദ്ധിപ്പിക്കുക അത് പിന്നെ വല്ലാത്തൊരു വളരെ എളുപ്പത്തിൽ അള്ളാഹുവിന് തൃപ്തി നേടാനുള്ള വലിയൊരു കാര്യമാണ്. എന്താ അറിയോ? ഈ ദിക്ർ വർദ്ധിപ്പിക്കുക. അള്ളാഹു പറയാണ് ഫസ്ബിർ അലാ മാ യഖൂലൂൻ. നബിയെ അവരൊക്കെ പറയുന്നുണ്ട്, ഓരോ കാര്യം പറഞ്ഞ് ഓനെ ഉപദ്രവിക്കുന്നുണ്ട്. കുടൽമാല നിന്റെ തോളിലേക്ക് ചാർത്തി വെച്ചിട്ടുണ്ട്, ചീഞ്ഞാളിഞ്ഞ കുടൽമാലയും പോകുന്ന വഴിയിലൊക്കെ മുള്ളും, നല്ല പ്രയാസം അല്ലേ? അറിയില്ല, നേരത്തെ പറഞ്ഞ വിഷയമാണ്. വിശ്വാസ് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ, പുറത്തിറങ്ങിയാൽ പോലും വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഫസ്ബിർ, നീ ക്ഷമിക്ക്. അവരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അൽ അമീനായ സത്യസന്ധൻ വിശ്വസ്തൻ എന്നൊക്കെ പറഞ്ഞ് നടന്ന 40 വയസ്സിൽ പറഞ്ഞാൽ നേരെ ഉൾട്ട പറയാണ്. ഓന് കള്ളനാണ്, പൊട്ടനാണ്, എന്തൊക്കെ ബാധ ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഭ്രാന്തനാണ്. നിങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും. നടന്നു പോകല ഓൻ ഭ്രാന്തനാ പറഞ്ഞുണ്ടാവും. കുട്ടികളും നമുക്ക് എല്ലാവരും ചേർന്ന് ഭ്രാന്തൻ വിളിച്ചങ്ങുണ്ടാവും. അത്ര പ്രയാസത്തിന് വിശ്വാസം നിൽക്കുമ്പോൾ അള്ളാഹ് പറയണ ഫസ്ബിർ അലാ മാ യഖൂലൂൻ. ഇവരൊക്കെ പറഞ്ഞോട്ടെ, നീ ക്ഷമിക്ക്. എന്നിട്ട് പറയാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. നീ എന്ത് ചെയ്യ്? നീ ദിക്ർ ചൊല്ല്, നീ സുബ്ഹാനല്ലാഹ് പറയ്, അൽഹംദുലില്ലാഹ് പറയ്. ഖബ്ല തുലൂഇ ശംസ് എപ്പോഴാണെന്നറിയോ? രാവിലെയും രാത്രിയിലും നീ എന്ത് ചെയ്യൂ? ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും, പ്രഭാതത്തിലും രാവിലെയും വൈകുന്നേരം നീ എന്ത് ചെയ്യ്? നീ ദിക്ർ ചൊല്ലിക്കോ. എന്നിട്ട് പറയാണ് ലഅല്ലക തർദാ. അതാണ് വാക്ക്. അവിടെയാണ് ഇവരെന്ത് പറഞ്ഞോട്ടെ, എന്റെ തൃപ്തി നിന്നിൽ ഉണ്ടാവുന്നതാണ്. ലഅല്ലക തർദാ, നിനക്ക് എന്റെ തൃപ്തി ഉണ്ടാവും, അതോടി പേടിക്കണ്ട, ബേജാറാവണ്ട, നീ ക്ഷമിച്ചോ എന്ന് ആര് പറയാണ്? അള്ളാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കാൻ. നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? നമുക്ക് ക്ഷമിച്ച് അള്ളാഹുവിനെക്കുള്ള ദിക്ർ ചൊല്ലുമ്പോൾ നമുക്കും അതേ തൃപ്തി ലഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? രാവിലെ വൈകുന്നേരം ദിക്റുകളുണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഏകദേശം 13, 14, 15 ദിക്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഓരോ രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ടതായ ദിക്റുകളുണ്ട്. അതൊരു ചൊല്ലാൻ 7 മിനിറ്റ് 8 മിനിറ്റ് നേരമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. 8 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാം. മോചിത പ്രാർത്ഥനയുണ്ട്. അങ്ങനെയൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ അൻത റബ്ബി, അർത്ഥത്തെ പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിച്ചാലേ രാവിലെ അത് പ്രാർത്ഥിച്ചാൽ വൈകുന്നേരത്തെ ആൾ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലാണ്. ഗ്യാരണ്ടിയാണ്. നമുക്കെന്ത് ഗ്യാരണ്ടി ഇപ്പം ഉണ്ടോ? ഇപ്പം അങ്ങോട്ട് ശ്വാസവീപ്പ് മുട്ടിയാണ് വീണാൽ ഗ്യാരണ്ടി ഉണ്ടോ? രാവിലെ ചൊല്ലിയവർക്ക് സമാധാനിക്കാം. കാരണം ഈ ദുആ ചൊല്ലിയ ഈ ദുആ ചൊല്ലിയ ആളുകൾക്ക് സമാധാനിക്കാം. വൈകുന്നേരം ചൊല്ലിയ ആൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ പഠിച്ചോനെ ഈ ഉറക്കത്തിൽ എങ്ങനെ മരിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്.